ഹായ്. ഇപ്പോൾ ഒരു സെക്കൻഡ് വീഡിയോ ഇത്. സത്യം പറഞ്ഞാൽ എവിടുന്ന് പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. കാരണം നമുക്കെല്ലാവർക്കും ഒരു 5 വയസ്സ് മുതലുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ബിറ്റ്സായിട്ട് ഓർമ്മ ആണില്ലേ? അങ്ങനെ പറയണോ? അതോ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടല്ലോ, എല്ലാവരുടെയും ലൈഫിൽ നടക്കുന്ന ട്വിസ്റ്റ് നടക്കുന്ന ടൈം മുതൽ, അവിടെ മുതൽ പറയണോ? അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. അതോ പല പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം? ഒന്നും അറിയില്ല. എന്തായാലും നമുക്കിതിൽ പല പല വിഷയങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയാം. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യാം കേട്ടോ. എന്തറിയണം, എന്ത് കേൾക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ. ചില ആൾക്കാർക്ക്, കേൾക്കുന്ന ആൾക്കാർക്ക് മേ ബി മണ്ടത്തരവാ അല്ലെങ്കിൽ പൊട്ടത്തരവാ ഞാൻ കാണിക്കുന്നതെന്ന് വിചാരിക്കാം. എനിവേസ്, ഇതിവിടെ കിടക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 19 വർഷം കഴിഞ്ഞ് എനിക്ക് കേൾക്കണം അത്. നമ്മുടെ ട്വിസ്റ്റ് വരുന്നതിന് മുമ്പ് അല്ലാതെ ഒരു ബ്രീഫായിട്ട് പറയാം. നമ്മളെല്ലാവരും പറയാറില്ലേ, നമ്മളുടെയൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയണ്ട, ഒരു 10-60 വയസ്സുള്ള ഒരാളോട് ചോദിച്ചാൽ അയാളുടെ കഥ, അതായത് ഇവിടെ ജീവിച്ച കഥ, ഒരു സിനിമയ്ക്കല്ല, ഒരു മെഗാ സീരിയലല്ല, എന്താ പറയുക, അതിൻ്റെ അപ്പുറം സ്റ്റോറീസ് ഉണ്ടാവും അതിനകത്ത് അല്ലേ? അപ്പോൾ എൻ്റെ ലൈഫും അതേപോലെ ഒരുപാട് ട്വിസ്റ്റും ഫൈറ്റും കോമഡിയും ട്രാജഡിയും ഒക്കെ ഉള്ള ഇതുവരെ കേട്ടോ. മുമ്പോട്ടും എങ്ങനെയാണെന്ന് അറിയാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷെ ഒരു സ്റ്റോറി ഇവിടെ കിടക്കട്ടെ, എൻ്റെ വക ഒരു സ്റ്റോറി ഇവിടെ കിടക്കട്ടെ. നാളെ ആർക്കെങ്കിലും സിനിമ എടുക്കണമെങ്കിൽ എടുക്കാം. തുടക്കം തന്നെ എൻ്റെ ഒരു ചൈൽഡ്ഹുഡിനെ പറ്റിയുള്ളൊരു ഇൻട്രോ തരാം. ഇത് കംപ്ലീറ്റും പറയുന്നില്ല, എന്നാലും ഒരു വീക്ക് ഐഡിയ തരാം. അത്യാവശ്യം നല്ല ഒരു ഫാമിലി, നല്ല നമ്മുടെ ഇതിലുള്ള പോലെ തന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. ഒരു 10-13 വയസ്സ് വരെ ഫുൾ അടിപൊളി ലൈഫ്. അതല്ലേലും അങ്ങനെയാണല്ലോ. നമ്മൾ ചെറിയ ഏജിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല അതിൻ്റെ ഇമ്പോർട്ടൻസ്. മീൻസ് സാധാരണ അങ്ങനെ നമുക്ക് പ്രോബ്ലം ഒന്നും ഇല്ലാത്തൊരു ഫാമിലി ആണെങ്കിൽ നമ്മളൊന്നും നോക്കണ്ട, എല്ലാം പേരൻസ് നോക്കിക്കോളും. ഒരു പ്രശ്നം കാണത്തില്ല. പോകുന്നിടത്തെല്ലാം പോവാം, സ്കൂളിൽ പോവാം, എടുക്കാം. ഒരു റെസ്പോൺസിബിലിറ്റീസും ഇല്ലാത്തൊരു ഏജ്. സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് തിരിച്ച് പോകണം എന്നുമുണ്ട്, പക്ഷെ പോകാൻ പറ്റില്ലല്ലോ. നല്ലൊരു ചൈൽഡ്ഹുഡ് ആയിരുന്നു, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ചൈൽഡ്ഹുഡ് ആയിരുന്നു. ട്വിസ്റ്റ് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരുടെ ലൈഫിലും മോസ്റ്റ് ഓഫ് ദി ആൾക്കാരുടെയും ലൈഫിൽ സംഭവിക്കുന്ന പോലെ ഒരു ചെറിയ ലവ് സ്റ്റോറി എനിക്ക് വന്നു. അവിടെയാണ് ലൈഫ് എങ്ങനെ അപ്സൈഡ് ഡൗൺ ആയിട്ട് തിരിയുന്നത്. ഈ ലവ് സ്റ്റോറി ഇവിടെ കിടക്കട്ടെ. അടുത്ത വീഡിയോയുടെ ഒരു നല്ലൊരു ലവ് സ്റ്റോറി പറയാം. അപ്പോൾ ബൈ.